ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1201 മലയാള വർഷഫലമാണ്. ഈ വർഷം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന മകരം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ വളരെ അധികം പുരോഗതികളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ശ്രദ്ധയും ക്ഷമയും വളരെ ആവശ്യമാണ്. അവരവരുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകളും വളരെ അനിവാര്യവുമാണ്. ചില കാര്യങ്ങൾക്ക് അതീവ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയുമാണ്. പൊതുവെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ഓരോ ഭാവത്തെ അടിസ്ഥാനമാക്കി വിചിന്തനം ചെയ്യുമ്പോൾ പൊതുവെ ആരോഗ്യം തൃപ്തികരമായി. എന്നിരുന്നാലും സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നതും അഭക്ഷ്യ വസ്തുക്കളായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ വളരെ നിയന്ത്രിക്കേണ്ടതുമാണ്. അഭക്ഷ്യ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ സസ്യാഹാരങ്ങൾ ഒഴികെയുള്ള ആഹാരങ്ങൾ എന്ന് മാത്രമല്ല, കെമിക്കൽ ചേർന്ന ടിൻ ഫുഡുകൾ, മറ്റ് അമിതമായ ആവശ്യമില്ലാത്ത ഗുളികകൾ കഴിക്കുക, അതുപോലെ തന്നെ പഴകിയ ഗുളികകൾ കഴിക്കുക, ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെയുള്ള ഗുളികകൾ, ലഹരി പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെയാണ് അമിതമായ ആവേശത്തോടുകൂടി ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പെടുമ്പോൾ അതും ഒരു ലഹരിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധയും ക്ഷമയോടും കൂടി വേണം കാര്യങ്ങൾ ദൈനംദിനം ചെയ്തു തീർക്കുവാനായിട്ട്. വിജയങ്ങൾ സുനിശ്ചിതമായിട്ട് വന്നിച്ചേരും. പൊതുവെ ഒരു ധൈര്യം കുറഞ്ഞിരിക്കുന്ന ഒരു വർഷമാണ്. ധൈര്യത്തെയും വീര്യത്തെയും സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപന്റെ സ്ഥിതിയും ധൈര്യത്തെയും വീര്യത്തെയും സൂചിപ്പിക്കുന്ന ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതി അനുസരിച്ചും ചില സന്ദർഭങ്ങളിൽ ധൈര്യം കുറവാണ്. എന്നാൽ മറ്റ് ചില സന്ദർഭങ്ങളിൽ ഈ വർഷം ചില മാസങ്ങളിലോ ആഴ്ചകളിലോ ഒക്കെ ദേഷ്യം വർദ്ധിക്കുന്നതിനും പൊട്ടിത്തെറിക്കുന്നതിനും അതുപോലെ തന്നെ കുടുംബ അന്തരീക്ഷമായാലും തൊഴിൽ സ്ഥലമായാലും കലുഷിതമാകാതിരിക്കുവാനും വളരെ ശ്രദ്ധിക്കേണ്ട ജാഗ്രത ആവശ്യമുള്ള സമയമാണ്. അല്ലാത്ത പക്ഷം വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സ് കലുഷിതമായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊന്നും ശരിയാകുകയില്ല. മനക്ലേശം വന്നു വിടുക, നേരായ രീതിയിൽ ചിന്തിക്കാൻ പറ്റാതെ വരിക, നല്ല സുഹൃത്തുക്കളെ കൂടെ നിർത്താൻ പറ്റാതെ വരിക. നല്ല സുഹൃത്തുക്കളെ കൂടെ നിർത്തിയാൽ എപ്പോഴും ഒരു ഗുരു കൂടെ നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം കൂടെ ഉള്ളതുപോലെയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാക്കുകൾ ധിക്കരിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷമേ ധിക്കരിക്കാവൂ. ചില സന്ദർഭങ്ങളിലെങ്കിലും എപ്പോഴും ഗുരുക്കന്മാരുടെയോ മാതാപിതാക്കളുടെയോ മാത്രം നിർദ്ദേശങ്ങൾ പോരാ. എങ്കിലും അത് വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് പൊതുവെ നല്ല പുരോഗതിയുള്ള സമയമാണ്. പ്രത്യേകിച്ച് സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഗൃഹം വാങ്ങുന്നതിനോ ഒക്കെ യോഗവും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ അവസരം ഒത്തുവരും. ഈ വർഷം മുഴുവനുണ്ട് എന്നല്ല, ചില സന്ദർഭങ്ങൾ അപ്രതീക്ഷിതമായി ഒത്തുവരിക തന്നെ ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് അമിതമായ കടങ്ങളും ബാധ്യതകളും വന്നു ചേരാതെ കാര്യം സാധിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ്. മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹവും സ്നേഹവും ലഭിക്കുന്ന ഒരു വർഷമാണ്. സഹോദര സ്ഥാനീയർക്കും ഉയർച്ചകൾ വന്നു ചെയ്യും. തന്നാൽ ഭരിക്കപ്പെടുന്ന പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ വളരെ ആലോചിക്കണം. ദുർബുദ്ധിയായി പോയി, തെറ്റിപ്പോയി എന്ന് പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല. വളരെ ജാഗ്രതയോടുകൂടി വേണം കാര്യങ്ങൾ
വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ വൻ തുകകൾ മുടക്കിയുള്ള വൻ ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെടാവൂ. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിദ്യാവിജയങ്ങൾ വന്നിച്ച്, കലാകാരന്മാരായിരിക്കുന്നവർക്കും കലാകാരികളായിരിക്കുന്നവർക്കും കലാരംഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവർ, അതായത് തൊഴിൽ രംഗത്ത് ഒരു കരവിരുത് തെളിയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം. ഓരോരുത്തരുടെയും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ടേസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക വഴി സ്വന്തമായി ചെയ്യുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകൾ വലിയ വലിയ സ്ഥാപനങ്ങളായിട്ട് മാറി വലിയ ബിസിനസ്സുകൾ വർദ്ധിക്കുന്നതിന് യോഗമുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്ന വിതരണം ചെയ്യുന്ന വ്യക്തികൾ, അതുപോലെ തന്നെയാണ് വസ്ത്രനിർമ്മാണം. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ പാറ്റേൺ ഉണ്ടാക്കി പുതിയ പുതിയ ഡിസൈനിങ്ങുകൾ ചെയ്യുവാൻ സാധിക്കും, കരവിരുത് തെളിയിക്കുക. അതുപോലെ തന്നെയാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടും വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അധിക പണച്ചെലവൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചിലർ ചെയ്താൽ എന്തൊരു ഭംഗിയായിരിക്കും, അത് തെളിയിക്കുവാൻ ഈ മകരം രാശിക്കാർക്ക് ഈ വർഷം കലയുടെ കാരകനായ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടൊക്കെ അനുകൂലമായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. പുതിയ പുതിയ എഗ്രിമെൻറ്റുകളും പുതിയ പുതിയ ഓർഡറുകളും വിജയങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നു. അധിക കടബാധ്യതകളൊന്നും സൂചകമല്ല. ഉള്ള കടങ്ങൾ വീടി ഒതുങ്ങി വരുന്നതിനുള്ള സൂചനയുണ്ട്. അപ്പോൾ അതിനേക്കാൾ മറ്റൊരു വലിയ ചതിക്കുഴിയിൽ കടബാധ്യതയിൽ ചെന്നുപെടാതെ ജാഗ്രത പാലിക്കുകയും വേണം. മറ്റൊരു പ്രധാന കാര്യം ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവം. ദാമ്പത്യ ഭാവം വളരെ പ്രത്യേകത ഉള്ള ഒരു സ്ഥിതിയാണ്. ഒരു ദിവസം പിണങ്ങി, 2 ദിവസം ഇണങ്ങി, 2 ദിവസം പിണങ്ങി, 2 ദിവസം ഇണങ്ങി, അങ്ങനെ പോകുന്ന ഒരു വലിയ ജനാവലി ഈ മകരം രാശിക്കാർക്കും. എത്ര പിണങ്ങിയാലും പിന്നെയും അടുത്താലും പിന്നെയും വേണം. അതുകൊണ്ട് മനസ്സിലാക്കി, ദമ്പതികളായിട്ടുള്ളവർ പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടുകൂടി പരമാവധി പോകുവാൻ ദൈവാധീനമുള്ള ഒരു വർഷം. ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമായി ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങൾ പങ്കെടുക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഗൃഹോപകരണങ്ങളോ വന്നു ചേരുവാൻ യോഗമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം തൊഴിൽ രംഗമാണ്. ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ സൂചകമാണ്. എന്നിരുന്നാലും സഹപ്രവർത്തകരുമായിട്ട് പരമാവധി സഹകരിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം നഷ്ടങ്ങളും കഷ്ടതകളും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അത് ബാധകമാണ്. അധിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കും. ധനം ചെലവാക്കുന്ന കാര്യത്തിലും അപ്രകാരം തന്നെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശരിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അവസരം ലഭിക്കുമ്പോഴൊക്കെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക. ജപവും ധ്യാനവും ഒക്കെ മുടങ്ങാതെ ചെയ്യുക. പുരോഗതികൾ വന്നിച്ച്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് വിട്ടാൽ കാര്യങ്ങളൊക്കെ അറിയുവാൻ സാധിക്കും. എല്ലാവർക്കും നന്മ വരുവാൻ പ്രാർത്ഥിക്കുന്നു.